ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വേഴ്സറ്റൈൽ ജ്വല്ലറി. പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് തേനിപ്പാലം പഞ്ചായത്ത് PM മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ബസ് സമർപ്പിച്ചു. പി അബ്ദുൽ ഹമീദ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് തേനിപ്പാലം പഞ്ചായത്ത് PM മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് പി അബ്ദുൽ ഹമീദ് MLA നിർവഹിച്ചു. അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളും സഹായങ്ങളും അത് നാട് മുഴുവൻ ആ ഒരു പ്രവൃത്തിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. ഇതുപോലെയുള്ളൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ പരിപാടികളും അതോടുകൂടി മുടങ്ങുകയാണ്. ഒരു കാര്യങ്ങളും നടക്കൂല. പുറത്തു പോകാനോ കല്യാണത്തിനോ മരണ വീട്ടിലോ ഒന്നും പോകാൻ സാധിക്കില്ല. അത്രമാത്രം പ്രയാസങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കുട്ടികളെ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ കലാപരിപാടികളും അവരുടെ മറ്റ് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. അത് കുട്ടികൾക്ക് നല്ല സന്തോഷമാണ്, രക്ഷിതാക്കൾക്ക് സന്തോഷമാണ്. നമ്മളെല്ലാവരും കൂടുമ്പോൾ അതൊരു വലിയ ചേർത്ത് പിടിക്കലായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ രക്ഷിതാക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പരിചരിക്കുക, നോക്കുക. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ രംഗത്തുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സമീപിക്കുക. തേനിപ്പാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. വിജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. മിനി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M. സുലൈമാൻ, പീയൂഷ് അണ്ടിശ്ശേരി, നസീമ യൂനുസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, BRCയിലെ വിദ്യാർത്ഥികൾ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.